ദേവീ ശരണം അമ്മേ തുംഗശ്രീ ശ്രീവിളങ്ങും സരസുവചനസാരമാലാഭയോടും മംഗല്യച്ചേലു തിങ്ങും കനകവിഭവമാം ഭൂഷദൻ ഭൂഷയോടും ഭംഗക്കാരിൽ തറയ്ക്കുന്നരിനലരിയും തൃക്കടക്കങ്ങളോടും ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസിയിടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ 32-ാമത്തെ അധ്യായം ദേവിയുടെ ആത്മതത്വത്തിനെ ദേവി സ്വയം ദേവന്മാർക്കും ഹിമവാനും പറയുന്ന ഭാഗങ്ങൾ ആണ് ഇന്നലെ മുതൽ അവലോകനം തുടങ്ങിയത്. മായ എന്ന സ്വതസിദ്ധമായിട്ടുള്ള ശക്തി വെച്ചുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി പരിപാലനങ്ങൾ ദേവി ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്നത്. ആ ശക്തി സത്തോ അസത്തോ അല്ല. സത്തും അസത്തും തമ്മിൽ ഭേദമുള്ളത് കൊണ്ട് സത്തും അസത്തും കൂടി ചേർന്നതുമല്ല. സദാ വിലക്ഷണമായി സ്ഥിതി ചെയ്യുന്ന സത് അസത് ഭിന്നമായ ഒരു ശക്തിയാണ്. അഗ്നിക്ക് ചൂടും ആദിത്യന് പ്രഭയും ചന്ദ്രന് ചന്ദ്രികയും എന്ന പോലെയാണ് ഈ നിത്യശക്തി എനിക്കുള്ളത് എന്ന് പറയുകയാണ്. എല്ലാം പ്രകാശിക്കുന്നതാണ്, ചൂടുള്ളതാണ്. എങ്കിലും അതിൽ ഭേദങ്ങളുണ്ട്. ഒരു അഗ്നി തീ കത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ കൂടി നമുക്ക് നടക്കാൻ പറ്റില്ല. നടക്കുന്നത് പോട്ടെ, ഒരു വിരൽ പോലും അതിൽ വെക്കാൻ കഴിയില്ല, പൊള്ളി. അഗ്നിക്ക് ചൂടുണ്ട്. പക്ഷേ സൂര്യനും ചൂടില്ലേ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട്. പക്ഷെ സൂര്യൻ്റെ ചൂട്ടിൽ നമ്മൾ കത്തിയെരിഞ്ഞു പോവില്ല. നമുക്ക് നടക്കാൻ, പ്രവൃത്തി ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ആ ചൂടില്ലേ എന്ന് ചോദിച്ചാലുണ്ടാ കുറച്ച്. അധികം ചൂട് കൊള്ളുന്ന സമയത്ത് നമുക്ക് ആ ഉഷ്ണമുണ്ടാവും, വിയർപ്പൊക്കെ ഉണ്ടാവും, ക്ഷീണമുണ്ടാവും. കുറേ ഏറെ ആ ചൂടൊക്കെ ആയാൽ ചിലപ്പോൾ നമ്മൾ സൺസ്ട്രോക്ക് എന്നൊക്കെ പറയാം. അതൊക്കെ വിരളമായിട്ട് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒന്നുണ്ടായിന്നേ വരുള്ളൂ. പക്ഷേ പൊതുവെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സൂര്യൻ്റെ പ്രഭയിൽ നമുക്കാർക്കും ഒന്നും ഉണ്ടാവണില്ല. പക്ഷേ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇതേമാതിരി പ്രഭയുള്ളതാണ് ചന്ദ്രൻ. ആ ചന്ദ്രനും ചന്ദ്രികയുണ്ട്, പ്രഭയുണ്ട്. പക്ഷേ സൂര്യനെ പോലെയുള്ള ചൂടോ അഗ്നിയെപ്പോലെയുള്ള ചൂടോ അല്ല. വാസ്തവത്തിൽ ചന്ദ്രൻ്റെ പ്രഭയ്ക്ക് ശീതളമാണ് ചന്ദ്രൻ്റെ പ്രഭ എന്നാണ് പറയണത്. അപ്പോൾ മൂന്നിനും ചൂടുണ്ട്, മൂന്നിനും പ്രകാശമുണ്ട്. പക്ഷെ മൂന്നിൻ്റെയും ഗുണങ്ങൾ വ്യത്യസ്തമാണ്. അതേപോലെയാണ് സത്തും അസത്തും അല്ലാത്ത ഭിന്നമായിട്ടുള്ള ഒരു ശക്തിയാണ് എന്ന് പറയണത്. സുഷുപ്തി എന്ന അവസ്ഥയിൽ ചിത്തവൃത്തികളെല്ലാം എപ്രകാരമാണോ ഒതുങ്ങിയിരിക്കുന്നത്, അടങ്ങിയിരിക്കുന്നത്, അതുപോലെ ജീവന്റെ കർമ്മങ്ങളും കാലവും എല്ലാം പ്രളയകാലത്ത് ഈ മായയിൽ അഭേദ്യമായിട്ട് അടങ്ങിയിരിക്കണു. തസ്യാം കർമാണി ജീവാനാം ജീവാകാലശ്ച സഞ്ചരേ അഭേദേന വിലീനാസ്യോ സുഷുപ്തൗ വ്യവഹാരവൽ എന്നാണ് പറയണത്. സുഷുപ്തി എന്ന അവസ്ഥയിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ അടങ്ങിയിരിക്കണം, ഒന്നും പ്രവർത്തിക്കണില്ല.
ബോധം മാത്രമുണ്ട്, ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട്, നമ്മൾ അറിയണില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ ബോധം ഉള്ളത് കാരണം കൊണ്ട് പല പ്രവൃത്തികളും, കഴിച്ച ആഹാരങ്ങളുടെ ദഹനം മുതലായിട്ടുള്ള പ്രവൃത്തികൾ, രക്തസഞ്ചാരങ്ങൾ, ആ രക്തത്തിലൂടെ ഓക്സിജൻ മുതലായവ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തിലേക്കും എത്തണു. ഇതെല്ലാം അനുസൃതം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും നമ്മൾ അറിയണില്ല സുഷുപ്തിയിലിരിക്കുന്ന സമയത്ത്. ഇതേമാതിരി പ്രളയകാലത്ത് എല്ലാം തന്നെ ഈ മായയിൽ ലയിച്ചിരിക്കണു എന്നാണ്. എങ്ങനെ? അഭേദ്യമായിട്ട് ലയിച്ചിരിക്കുന്നു. ആ മായാശക്തിയോട് ചേർന്ന് ഞാൻ തന്നെയാണ് ജഗത്തിന് കാരണമായിട്ട് ഭവിക്കുന്നത്. ആ മായാശക്തി ആധാരത്തെ മറയ്ക്കുന്നത് കൊണ്ട് അതിൽ ദോഷം ആരോപിക്കപ്പെട്ടിരിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. ആ മായയാണ് എന്ന് പറയണു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ മായയുടെ ആ ശക്തി എൻ്റെ ശക്തി തന്നെയാണ്. ഇവിടെ അത് പറയണത് ദേവിയാണ് എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശക്തി, എൻ്റെ ശക്തിയിൽ തന്നെയാണ് ഇതെല്ലാം അഭേദ്യമായിട്ട് ലയിച്ചിരിക്കുന്നത്. എൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ഇവിടെ മായയെ ഉപാധിയാക്കിക്കൊണ്ട് എൻ്റെ മായയുടെ ശക്തിയിൽ ഉപാധിയായിട്ട് ലയിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ പാലെടുത്തിട്ട് അതിനകത്ത് നെയ്യുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അല്ലേ? പാലിൽ നെയ്യില്ലല്ലോ. നെയ്യൊഴിച്ചാൽ വിളക്ക് കത്തും, തിരിയിട്ടാൽ. പാലൊഴിച്ചാൽ കത്തുമോ? തിരി കെട്ടുപോകും. പക്ഷേ നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ പാലിൽ നെയ്യില്ലേ? സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാലുണ്ടല്ലേ? പക്ഷേ അതിനെ ഒരു പ്രോസസ്സ് കൊണ്ട് നെയ്യ് അതിൽ നിന്നും വേർതിരിച്ചെടുക്കാം. ആ പ്രോസസ്സിന് അതിനെ ആദ്യം തൈരാക്കണം, പിന്നെ അതിനെ കടഞ്ഞ് വെണ്ണയാക്കണം, ആ വെണ്ണയെ ചട്ടിയിലിട്ട് ചൂടാക്കണം. അപ്പോൾ അതിൽ നിന്നും എന്ത് വരും? നെയ്യ് വരും. പക്ഷേ ഈ നെയ്യ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്ഭവസ്ഥാനം പാല് തന്നെയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പാലിൽ നെയ്യ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം പാലിൽ നെയ്യുണ്ട്, അത് പരോക്ഷമായിട്ടാണ്. എന്ന മാതിരി ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം മഹാപ്രളയത്തിൽ മായയിൽ ലയിച്ചിരിക്കണു. ആ മായ അതിൻ്റെ കാരണഭൂതമായിട്ടുള്ള ശക്തിയിൽ ലയിച്ചിരിക്കുന്നു. അപ്പോൾ സർവ്വതും നമ്മൾ പരോക്ഷമായി നോക്കുമ്പോൾ ആ ശക്തിയിൽ ലയിച്ചിരിക്കുന്നുണ്ട്. ചൈതന്യവുമായിട്ടുള്ള ചേർച്ചയുള്ളത് കൊണ്ട് ഈ ശക്തിയെ ആ മായയെ ഈ ജഗത്തിൻ്റെ നിമിത്ത കാരണമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. പ്രപഞ്ചത്തിന് കാരണമായിട്ടിരിക്കുന്നത് കൊണ്ട് ഉപാദാന കാരണം എന്നും പറയുന്നു. എന്താ നിമിത്ത കാരണം? എന്താ ഉപാദാന കാരണം? എന്തിൽ നിന്നാണോ ഉണ്ടായിട്ടുള്ളത്, ഏത് നിമിത്തമാണോ ഉണ്ടായിട്ടുള്ളത് അത് നിമിത്ത കാരണം. എന്തായിട്ടാണോ കാണപ്പെടുന്നത്, ഏതൊരു വസ്തുവിലാണോ കാണപ്പെടുന്നത് അത് ഉപാദാന കാരണം.